Sa
ആ ചേച്ചി ഇന്ന് രാവിലെ കടയിൽ പോയി കാര്യമായിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടല്ലോ. കറിക്കൊന്നും ഇല്ലായിരുന്നു എണ്ണെ. മുളക്കളത്ത് കുട്ടപ്പന്റെ കടയിൽ നിറക്കിലെ പാവയ്ക്കായ ഉള്ളി ഉരുളനും വാങ്ങിച്ചു. പ്രളയം വന്നതിന് ശേഷം ഓരോ മിനിറ്റിലും പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയല്ലേ. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ എന്താ വില. സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് പണം വിട്ടു തരാന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ടാറ്റാക്കും അംബാനിക്കും ഒക്കെ അല്ലേ പണം ഇട്ട് കൊടുക്കണത്. നീ ജ്വാലിക്കുമായിരിക്കും അല്ലേ? അതെ അതെ. കല്യാണാലോചന ഒന്നൊന്ന് കേട്ടല്ലോ. ആ അമ്മ ചെക്കന്റെ തലക്കുറിയായിട്ട് ജോത്സ്യൻ കൃഷ്ണൻകുട്ടിയുടെ അടുത്ത് പോയിരിക്കുക. ഇന്ന് ബ്രോക്കറെ വിളിച്ച് തലക്കുറി കൊടുക്കണം. എന്റെ കളമ്പുക്കാവിലമ്മേ, നിന്റെ തള്ള ഒരുപാട് ആശിക്കണുണ്ട് നിന്റെ കല്യാണം ഒന്ന് നടന്നു കാണാൻ. വെള്ളം എടുക്കട്ടെ കൊച്ചേ. നിന്റെ കയ്യില് പൈസ വല്ലതും ഉണ്ടോ? അമ്മ രാവിലെ 70 രൂപ തന്നിട്ടുണ്ട്. എന്നാലേ ദേ ഇതുകൂടി വെച്ചോ. വേണ്ട വെല്ലിച്ച. ആ കാശിനൊക്കെ ഒത്തിരി അത്യാവശ്യമുള്ളതല്ലേ, ഇതും കൂടി വെച്ചോ. സൂക്ഷിച്ചു പോണോട്ടോ. എടാ ഇത് സംഭവം എന്താണെന്നറിയോ? ഇത് സംഭവം ശബരിമല സ്ത്രീ വിഷയം, ശബരിമല പെണ്ണൊക്കെ ഇരുന്നതിനെ കുറിച്ചുള്ള സംഭവം. നമ്മൾ ആവശ്യമുള്ള കോടതി ഓരോ രാഷ്ട്രീയക്കാരും അതിനെതിരെ ഒത്തുകളിക്കുകയാണ്. ചുമ്മാ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, അതാണ് ഇതിന്റെ ലക്ഷ്യമുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. ആ ചേച്ചിയേ, ഇത് എവിടെയാണ്? ആങ്ങളുടെ വീട്ടിൽ ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിച്ചു വന്നു. എന്താ ഗോപി കാര്യം?
മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയാ വീടിന് പകരം വ്യാപാരികളും ഞങ്ങളുടെ ക്ലബും ചേർന്ന് ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ താക്കോൽദാന ഉദ്ഘാടനം നാളെയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം. ചേച്ചി വരണം. ഗോപിയേ, ആ ആ നഷ്ടമായ ആധാർ കാർഡിന്റെയും റേഷൻ കാർഡിന്റെയും വല്ല തീരുമാനം ഉണ്ടോ? അത് ഞാൻ പ്രസാദ് കാതൽക്കാനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാക്കി തരാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഗോപിയെ, അവനങ്ങനെ പലതും പറയും, ഒന്നും ശരിയാകല. അതെന്താ ചേച്ചി, ഒന്നുമില്ലല്ലോ, നമ്മുടെ പ്രസിഡന്റ് അല്ലേ. മറ്റു പലരെ പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിച്ച ഇവ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ. വോട്ട് വരുമ്പോ മാത്രം നാട്ടുകാര് മതിയെന്ന് കരുതുന്ന മണഗുണാഞ്ച്. ചേച്ചി എന്തായാലും നാളെ വീടിന്റെ താക്കോല് വാങ്ങാൻ വരുമ്പോ നമ്മുടെ അക്ഷയ കയറി ഒരപേക്ഷ കൂടി അങ്ങ് കൊടുത്താരെ. ഈ വയസ്സുകാലത്താ? എന്നാ നമ്മുടെ ജാനകിയോട് പറ. പിന്നെ താക്കോൽദാന ചടങ്ങിന് വരുമ്പോ പ്രസിഡന്റിനോട് ഞാനും പറയാം. ജാനകിക്ക് വിവാഹാലോചന 4 പാടൊന്നും വരുന്നുണ്ട്. ഉള്ള സമ്പാദ്യം മുഴുവൻ പോയി. വീട് നിങ്ങ തന്ന് കല്യാണം വഴമ്പഴാ. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ചേച്ചി? അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. എന്റെ കളമ്പൂക്കാവിലമ്മേ കാക്കണേ, സർവേശ്വരി മഹാമായേ. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷതയിലേക്ക് പിറവം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് സർ CS ബാബുവിനെ അധ്യക്ഷ പദവിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയരെ, പ്രളയക്കെടുതിയിൽ പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഉദ്യമത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുള്ളതുകൊണ്ട് ഈ വേദിയിലേക്ക്, അധ്യക്ഷ പദവിയിലേക്ക് കളമ്പൂർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീ ഗോപിയെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എത്രയും ബഹുമാന്യനായ പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ് കദളിക്കാടാണ്. അതോടൊപ്പം തന്നെ സ്വാഗതം അർപ്പിക്കുവാനായി യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ശ്രീ രമേശിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പിറവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ് കദളിക്കാടിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വീട് നഷ്ടമായ നീലിയമ്മയ്ക്കുള്ള വീടിൻ്റെ താക്കോൽ ദാനം നിർവഹണത്തിന് വേണ്ടിയാണ്. അതുകൂടാതെ വിദ്യാർത്ഥിനികൾക്കുള്ള പഠനോപകരണ വിതരണത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ പോന്നു. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കളമ്പൂർ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ പിറവം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതുപോലെ തന്നെ നമ്മുടെയെല്ലാം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് വീട് നഷ്ടപ്പെട്ട നമ്മുടെ നീലിയമ്മയ്ക്ക് വേണ്ടിയുള്ള വീടിൻ്റെ ഭവന നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ താക്കോൽദാന ചടങ്ങിലേക്ക് ഹാർദമായി നീലിയമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കുക. അതുപോലെ തന്നെ ഈ പ്രളയത്തിൽ ഒരുപാട് കുട്ടികൾക്ക് അവരുടേതായ
ബുക്കുകളും ബാഗുകളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടെ എല്ലാം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതിനായി വിഷ്ണു വി കെ ക്ഷണിച്ചുകൊള്ളുന്നു. കൈതാടാ. അടുത്തതായി ദീപ്തി KS ആണ്. ദീപ്തി ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ ദീപ്തിയുടെ അമ്മ വന്ന് ഈ ഉപഹാരം ഏറ്റുവാങ്ങണം. അപേക്ഷിക്കുന്നു. തങ്കച്ചേച്ചേ, എന്നാ നീലേ? കുറച്ച് മീനുണ്ട്. എന്നാ മീനാ? നെയ്ച്ചാള. വെല്ല പുഴുത്തതോ ചീഞ്ഞതാണോ? ചമ്പക്കരയൊന്നുമല്ല, ഫ്രഷ് മീനാ. എന്നാ വില? 60 രൂപ. എന്തൊരു വിലയാ പൊന്നെ, ഇതെല്ലാം കളിപ്പാ. എന്നാലും എടുക്ക്, നീ കൊണ്ടുവന്നല്ലേ. അവിടെ നിക്ക്, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. ചില്ലറ ഉണ്ടോ? തീരവും കടന്ന് ആർത്തലച്ചു വന്ന പുഴവെള്ളം പതിയെ പിൻവാങ്ങി തുടങ്ങിയതോടെ പലരും തിരിച്ചെത്തിയെങ്കിലും വീടുകൾ വാസയോഗ്യമാക്കാൻ മാസങ്ങൾ വേണ്ടിവരും. ഉപയോഗശൂന്യമായ വീട്ടുസാധനങ്ങളും കേടുപാടുകൾ സംഭവിച്ച വീടുകളുമാണ് പലർക്കും കാണാനായത്. കാലടി, ചെങ്ങന്നൂർ, ഇടനാട്, ആലുവ, കല്ലിശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കാഴ്ച. കാലടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ 2 ദിവസമായി ഒരു നല്ല ചായ പെട്ടെന്ന് വേണാട്ടാ. ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുന്നു. വീടുകളിൽ വലിയ അളവിൽ ചെടിയും മണ്ണും കയറിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിലെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം. നമ്മൾ എപ്പോൾ വീടിനുള്ളിലാണ്. ഇവിടെ വൃത്തിയാക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. വീടിന്റെ അകത്ത് ഫർണിച്ചറുകൾ എല്ലാ ആൾക്കാരും ഈ പ്രദേശത്തെ നിവാസികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തുടങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും സഹായങ്ങളോ നമുക്ക് ഇന്നലെ പുറത്ത് വ്യാപാരികളുടെ ചടങ്ങിൽ വെച്ച് പ്രളയം ഏറ്റവും അധികം ഞങ്ങൾക്കൊരു വീട് പണിത് തന്നു. സ്ഥലത്താണ്. ആ സ്ഥലത്താണ് താക്കോലും ഏൽപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ 15-ാം തീയതി ആട്ടെ, നിന്റെ വീട്ടിൽ വെള്ളത്തിൽ ഈ പ്രദേശമാകെ അവിടെ വെള്ളമൊന്നും കയറിയില്ല. വീടുകളുടെ 1-ാം നിലയ്ക്ക് മുകളിൽ വരെ വെള്ളം കയറിയ ഒരു സാഹചര്യം കല്യാണമായോ? കൃഷിയുള്ള അത് വരുന്നു പോകുന്നു. എല്ലാം നടക്കും. വെളിപ്പുറത്തുള്ള അമ്മയല്ലേ കളമ്പോക്കാവിലമ്മ. എന്റെ കണ്ണടയും മുമ്പ് അതൊന്നും നടന്നു കിട്ടിയാ മതി. എല്ലാം അമ്മ നടത്തട്ടെ. എനിക്കൊരു ലോട്ടറി അടി ഉയരത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്ന വീട്. എത്ര എന്റെ ടിക്കറ്റാ സതീശേ? 30 രൂപയുള്ളൂ. 30 നിമിഷം കൊണ്ട് ഒരു വെള്ളം കയറി ഇല്ലാതായ ഒരേ ഒരു വിഭാഗം ജനതയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാ പറയണെങ്കതാ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇഷ്ടമുള്ളവരെ നോക്കിയെടുത്തോ. ആരെയും കിട്ടാനില്ല ഈ ദേശത്ത്. നീ ഒരെണ്ണം തന്നാ മതി. എന്നാ ഞാൻ ഇടയ്ക്കുന്നൊരു നമ്പർ എടുത്തു തരാം. ഈ ഒരു വീടിന്റെ മോളുടെ കല്യാണമൊക്കെ നടക്കേണ്ടതല്ലേ? ഒരു വീട്, ഇതുപോലെയുള്ള ഒട്ടേറെ വീടുകൾ, വലിയ വീടാണ്, പക്ഷെ അതിന്റെ അടിവാരം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അങ്ങനെ ഇതുപോലെ ഈ ദൃശ്യങ്ങൾ ഭയാനകവുമാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ വൃക്ഷങ്ങളും ഒക്കെ ഇതിന്റെയൊക്കെ മുകളിൽ വെള്ളമായിരുന്നു. ആ വെള്ളം ഒക്കെ കയറി ഇപ്പോൾ വെള്ളം ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ
ആൾക്കാർ എല്ലാവരും തന്നെ അവരുടെ പഴയ മീൻ വെട്ടി കുറെ കാശ് കിട്ടിയല്ലോ ചേച്ചി. ഒരു ശ്രമങ്ങൾ നടത്തുന്ന ഇച്ചിരി പൈസ വായ്പ വരോ? പിന്നെ ഇപ്പൊ കടമല മേടിച്ചിട്ടാ ജീവിക്കണത്. അതിലുണ്ടായിരുന്നു ഈ മതിലെല്ലാം തന്നെ 2 ചായയുടെയും ഒരു പരിപ്പുടേയും പൈസ എടുത്തിട്ട് ബാക്കിത്താ. ചില്ലറയല്ലേ ചേച്ചി? ഇന്ന് ചില്ലറ ഇല്ലടാ. മുട്ടറ്റം ചെളിയുള്ള വീടുകളാണ് പല സ്ഥലങ്ങളിലും. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ കല്ലിശ്ശേരിക്ക് അകത്തുള്ള ഒരു വീട്ടിലെ അവസ്ഥയാണ്, അടുക്കളയുടെ അവസ്ഥയാണ്. ചെളി നിറഞ്ഞ് സിങ്ക് അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെളി നിറഞ്ഞ് ഇന്നലെ മുതൽ ഇവർ ഈ ചെളി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. പൂർണ്ണമായിട്ടും അത് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ക്ലീനിങ് തുടങ്ങിയോ? ക്ലീനിങ് തുടങ്ങി. 1.5 ഇഞ്ച് കനത്തിലായിരുന്നു മുറിക്കകത്തെല്ലാം ചള്ളയുണ്ടായിരുന്നു. ബുധനാഴ്ച 5 മണിയോടുകൂടി വെള്ളം പതുക്കെ ഉയരാൻ തുടങ്ങി. ഒരു 8 മണി മുതലാണ് വളരെ പെട്ടെന്ന് 10 മണിക്കകത്താണ് ഒരു 4.5 അടി വെള്ളം ഉയർന്നത്. ഏകദേശം നെഞ്ചറ്റം പൊക്കത്തിൽ മുറിക്കകത്ത് വെള്ളമുണ്ടായിരുന്നു. റിക്കവറി ചെയ്തു വരാൻ കുറഞ്ഞതിനി ഒരു 2 മാസം നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. സതീശേ, നിന്റെ ലോട്ടറിയുടെ പൈസ മാറി വെച്ചാൽ മാത്രമേ വീട്ടിൽ വൈദ്യുതി. ഇത് 20, ഇതൊരു 10 രൂപ. ഇത് വേറെ വേറെ വെച്ചില്ലേ ചില്ലറ ഓർക്കുമ്പോ മാറിപ്പോകും. എന്നാ ഞാൻ പോട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാറാണ്. എന്താ സുഭാഷേ, കല്യാണം വല്ലതും നടക്കണണ്ടാ? അല്ല ഇതുവഴി നന്നായി ഇങ്ങനെ ചിന്തിക്കണ ചെറുപ്പക്കാരുണ്ടെങ്കിൽ നമ്മുടെ നാടെപ്പ നന്നായി. ഇത് കയ്യിലിരിക്കട്ടെ. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ചെറുമോൻ്റെ കല്യാണം ഒന്ന് കൂടണമെന്നുണ്ട്. എല്ലാം നടക്കും ചേട്ടാ, നമുക്ക് ശരിയാക്കാം. എൻ്റെ കളമ്പുക്കാവിലമ്മേ, എല്ലാം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഈ തലനിറച്ച് താരനാണല്ലോ വേണേ. ഇത്തിരി ചെമ്പരത്തി താളി വെച്ച് കുളിച്ചു പോന്ന്. വിജയൻ അവിടെ ഇല്ലേ സാവിത്രിയെ? വല കെട്ടുക.
പിന്നെ ഒരുപാട് ദിവസം കൂടി കട്ടയത്ത് സുഖേട്ടന്റെ കൂടെ വക്കത്ത് പണിക്ക് പോണെന്നും പറഞ്ഞിരിക്കണുണ്ട്. ദീപുചേട്ടൻ പോയേച്ചി? അവൻ രാവിലെ പോയി. ഇന്ന് കമ്പനിയിൽ ഓഡിറ്റോ മറ്റോ ഉണ്ടെന്നും പറഞ്ഞ് ചോറ് പോലും കൊണ്ടുപോയിട്ടില്ല. ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര തലവേദനയും നടുവേദനയായിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഞാനൊരു വേറെ വേദനയുടെ ഗുളികയും പാരസെറ്റമോളും കഴിച്ചു കിടന്നു. ക്ഷീണം കൊണ്ട് അന്നായി അങ്ങ് ഉറങ്ങി. എന്നേക്കാൾ അല്പം താമസിച്ചു പോയി. എന്റെ പൊന്നു ചേച്ചി, ഡോക്ടറെ കാണാതെ കണ്ടപത്രാതി മരുന്നൊന്നും മേടിച്ച് കഴിച്ചേക്കരുത്. ഗവൺമെന്റ് ആശുപത്രി ചെന്ന് ചെക്കപ്പ് നടത്ത്. പ്രളയം വന്നേ പിന്നെ വെള്ളത്തിലെല്ലാം എലിമൂത്രം കലർന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എലിപ്പനി. ഒന്ന് പോവണ്ണേ, എനിക്കൊരു എലിപ്പനിയും പടരൂല. പിന്നെ അവളൊരു ഡാക്ടർ. ആരാണ്? ഞാൻ സുഭാഷ്. ചേച്ചി എന്നെ മറന്നുപോയോ? ഓ, പ്രായമാവും തോറും മറവിയും തുടങ്ങി. നീ എന്താ ഇതുവഴിയെ? വേണ്ട, ഒരാലോചന. ബ്രഹ്മങ്ങലത്തെ ചെക്കൻ എറണാകുളത്ത് ICICI ബാങ്കിൽ അക്കൗണ്ടറാ. അയ്യോ, എനിക്ക് ഒരുപാടൊന്നും കൊടുക്കാനില്ല. പെണ്ണിനുള്ളതെല്ലാം കൊടുക്കും. എവിടെന്നെങ്കിലും നുള്ളിപ്പറക്കി 5 or 10 കൊടുക്കാം. അല്ലാതെ ശ്രീധരമെന്ന് കേട്ടാൽ ചെക്കന് കട്ട കലിപ്പ. പിന്നെ അവന്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയതാവണം. സൗന്ദര്യത്തിലല്ല, സ്വഭാവത്തില്. സ്വഭാവത്തിന്റെ കാര്യത്തിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലും ഞങ്ങളുടെ കുട്ടി തങ്ക കുട്ടിയല്ലേ. ഈ മുത്തിനെ കെട്ടുന്നതിന്റെ നല്ല കാലമാ. പിന്നെ ഞാനേ അത്ര നല്ല കുട്ടിയല്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അല്പം തന്നോടൊക്കെ വേണം, എങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ പിറവത്ത് പാസ്പോർട്ട് ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിലേക്കും കൃഷിഭവനിലേക്കും ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. വിവാഹശേഷം ഞാൻ ജോലിക്ക് പോകും. പോകണം പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ജോലിക്ക് പോകുന്നതിൽ അവർക്ക് ഓരോ തെരപ്പുമില്ല. ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലിക്ക് പോവാതെ ജീവിക്കാൻ പറ്റുമോ ചേച്ചി? അത് ശരിയാ. പിന്നെ എന്റെ മോന് പറ്റിയ വല്ല പെണ്ണുണ്ടെങ്കിൽ പറയണം. അവന് കാക്കനാട് ഇൻഫോ പാർക്കിലാ ജോലി. മാസം 20 രൂപ ശമ്പളം ഉണ്ട്. ശ്രീധനം വേണ്ട. ചെമ്പൻചേട്ടന്റെ? ആ, എന്റെ കെട്ടിയവന്റെ അച്ഛനാ. ആ, വിശാഖം നാള്. ആ, തലക്കുറിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ തരാം, അല്ലെങ്കിൽ വേണ്ട. അങ്ങോട്ട് വന്ന് വീട് കണ്ടിട്ട് പോരാ. ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. ഞങ്ങളെ നോക്കാനും വീട് നോക്കാനും പറ്റിയൊരു പെണ്ണായിരിക്കണം. ഇനി ഇപ്പൊ ജോലിയുള്ളതായാലും. ചേച്ചി എന്ത് പറ്റി? കണ്ണൂർക്ക് എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്ന് മാറി നിൽക്ക്, ഞങ്ങളിപ്പോ സംസാരിച്ചോണ്ട് കുറച്ച് വെള്ളം എടുക്ക്. ചേച്ചി, ഇതെന്നെ പറ്റി? വെള്ളം എടുത്ത് വെള്ളം കൊടുക്ക്. വെള്ളം തളിക്കും മുഖത്ത്. ചേച്ചി, കുറച്ച് വെള്ളം കുടിച്ചേ. എന്നാ കുടിക്കേ, കുറച്ച് വെള്ളം കുടിക്കുന്നറിയില്ല. പെട്ടെന്ന് ഈ ചേച്ചിക്ക് ഇങ്ങനെ വണ്ടി വന്നിട്ടുണ്ടല്ലോ. ചേട്ടാ, നിങ്ങൾ വണ്ടി തിരിച്ചിട്ട് ചേട്ടാ. വേട്ട നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്താ കാര്യമുള്ളൂ? എല്ലാവരും മാറി പിടിക്കേ. എന്ത് പറ്റി? കാത്തോളേ. ആ, എന്തെങ്കിലും വിവരം കിട്ടിയാ പറയണേ. വിവരം അറിഞ്ഞിട്ട് പെട്ടെന്ന് വിളിക്കണം കേട്ടോ. ശരി. ആരാണാ വഴിക്കട പറഞ്ഞത്? സാവിത്രിയെ പറ്റി വല്ലതും അറിഞ്ഞ? ഒന്നും അറിഞ്ഞില്ലേ? എന്താ, എന്ത് പറ്റി? ആശുപത്രിയിലേക്ക് ഫോൺ വിളിച്ചിട്ട് ആരും എടുക്കണില്ല. എന്താ പറ്റിയേ? സാവിത്രി ചേച്ചി പോയി. എലിപ്പനിയായിരുന്നു. അറിഞ്ഞില്ല. ബ്ലഡിൽ മുഴുവൻ വൈറസ് ബാധിച്ചു. സാവിത്രി പോയി. സ്വയം ചികിത്സിച്ച് വേദനയും പനിയും വന്നപ്പോ എന്തോ ഗുളിക കഴിച്ചെന്ന് അവള് കഴിഞ്ഞ ആഴ്ച.
അതിന് ഞാനും മോളും ഒത്തിരി വഴക്ക് പറയുകയും ചെയ്തു. അല്ലാതെ എന്ത് പറയാൻ? എന്തു പറയാനാ? ഓ, എല്ലാവരും സ്വയം ചികിത്സയല്ലേ, ആശുപത്രി പോവാതെ. ടി വിയിൽ എപ്പോഴും പറയുന്നുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന്. എന്തെങ്കിലും ഒരു അസുഖം വന്ന ഡോക്ടറെ കാണുന്നു. അതെങ്ങനെയാ? അതൊന്നും കേൾക്കാൻ ആർക്കാ സമയം? ആ, എല്ലാം അനുഭവിക്കുക തന്നെ. ആ ദീപുവിന്റെ സങ്കടം കാണുമ്പോഴാ. ചേച്ചിയോടൊന്നും പറഞ്ഞ അങ്ങോട്ട് ഏക്കില്ല. എല്ലാത്തിനും ഒരു മുടന്ത ന്യായം. സത്യം ആർക്ക് പോയിപ്പോ? ആ വിജയൻ ചേരൻ ദീപുവിനും പോയി. അമ്മയും നല്ലൊരു ഭാര്യയും. കഴിഞ്ഞ ആഴ്ചയെങ്കിലും ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ. ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? പാവം ചേച്ചി. ദീപു ചേട്ടൻ അറിഞ്ഞോ രമേശ് ചേട്ടാ? ദീപു ആശുപത്രിയിലുണ്ട്. ഞാൻ പോട്ടെ, നാളെ ബോഡി കൊണ്ടുവരുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരി ചേട്ടാ. ശരിടാ. ശരി. എന്തു പറയാൻ, എല്ലാവരും എന്ത് രോഗം വന്നാലും മെഡിക്കൽ ഷോപ്പിൽ പോയി തോന്നണ മരുന്ന് മേടിച്ച് കഴിക്കുക, സ്വയം രോഗം വരുത്തി വയ്ക്കുക. കാലം പോയൊരു പോക്കേ. കണ്ട് കണ്ടങ്ങിരിക്കും ജനത്തിന് കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2 നാളോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി വരുത്തുന്നതും ഭവാൻ. ആ സതീഷ് ചേട്ടനോ? ആരാ, ജാനകിയോ? അതെ. കഴിഞ്ഞ ആഴ്ച അമ്മയെ മാറാടിയിൽ വെച്ച് കണ്ടു. അമ്മ എൻ്റെ ഒരു ലോട്ടറി എടുത്തായിരുന്നു. എവിടെ പോകുന്നു? എനിക്കിവിടെ ജോലിയുണ്ട്. നന്നായി. എവിടെയാ? നാഷണൽ പാസ്പോർട്ടില്. ഓണക്കോടുള്ള ജോർജിന്റെ ഓഫീസാ അത്. ജോർജ് എന്നോട് ഇടയ്ക്ക് ലോട്ടറിയൊക്കെ എടുക്കാറുണ്ട്. പ്രൈസ് അടിക്കാറുണ്ടോ? ആ, വല്ലപ്പോഴൊക്കെ ഉണ്ട്. പ്രൈസൊക്കെ കുറവാ, അതുകൊണ്ട് ടിക്കറ്റിനൊക്കെ വളരെയധികം ചിലവ് കുറവാ. ഓ, മോളുടെ കല്യാണക്കാരും വല്ലതും വന്നും പോയിരിക്കണു. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. എനിക്ക് മിമിക്രിയിലൂടെ ഫ്ലവേഴ്സ് ചാനലിൽ സെലക്ഷൻ കിട്ടി. ഞാൻ മൃദംഗവും തബലയും ഞാൻ വായിക്കുന്നു. ജാനകിക്ക് അറിയാമല്ലോ. അത് അവിടെ ചെന്നിട്ട് ചെയ്താൽ മതി. ചാനലിൽ വരുന്ന ഡേറ്റ് അറിയിച്ചാ ഞാൻ അയൽവക്കത്ത് പോയി കണ്ടോളാം. സജികുമാർ ചാത്തൻകുഴി അറിയുമോ? 10ഓളം ഷോർട്ട് ഫിലിം ചെയ്ത ആളാ. അദ്ദേഹത്തിൻ്റെ ജന്മാവകാശികളിൽ നിന്നുള്ള ഷോർട്ട് ഫിലിം മിനിഞ്ഞാന്ന് ഉദ്ഘാടനമായിരുന്നു ചിൽഡ്രൻസ് പാർക്കിൽ വെച്ച്. കണ്ടിരുന്നു. പിന്നെ സജി ചാത്തൻകുഴി അടുത്തൊരു സിനിമ ഇറക്കുന്നുണ്ട്. അതിലെ 3 പാട്ടിൻ്റെ മ്യൂസിക് കമ്പോസിങ് ഞാനാ ചെയ്യുന്നത്. പിന്നെ ജോയി പേമലയിൽ എഴുതിയ 20ഓളം ക്രിസ്ത്യൻ ഡിവോഷനിലുണ്ട്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും സംഗീതം നൽകിയിരിക്കുന്നത് ഞാനാ. ആണോ? വലിയ ആളായി വരട്ടെ. ഈ പ്രാവശ്യത്തെ ഓണം ഗോവിന്ദായിപ്പോയി. ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർക്ക് 10 പരിപാടി കിട്ടുന്ന സമയമായിരുന്നു. സത്യം. പ്രൊഫഷണൽ നാടകക്കാരുടെ അവസ്ഥ വളരെ കഷ്ടമായിപ്പോൾ. സർക്കാർ ധാരാളം സഹായം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ അവഗണിക്കാതെ. അതൊക്കെ മാറും ചേട്ടാ. ഒരു ടിക്കറ്റ് കെട്ട് 30ന്റെ ബമ്പറും ഉണ്ട്. ഓണം ബമ്പർ വേണ്ട, പിന്നെ എടുക്കാൻ ചേട്ടാ. പോട്ടെ, സമയം വൈകും. നല്ല കാലം വരും ജാനകിക്ക്. അമ്മേ, അമ്മേ, നീ എന്തിനാണ് റോട്ടിൽ കിടന്ന് തൊള്ള കേറുന്നത്? ഓണം ബമ്പർ ആർക്കോ അടിച്ചു. ഉടമസ്ഥൻ ഇതുവരെ വന്നിട്ടില്ല. ഒരെണ്ണം ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാ. ആർക്കാരോ അടിച്ചത്. അടിച്ച ഒരു 2 ലക്ഷം രൂപ തന്നിരുന്നെങ്കിലേ കല്യാണം ഭംഗിയായി നടത്താമായിരുന്നു. ആ 10 കോടി എനിക്ക് അടിച്ചിരുന്നെങ്കിൽ. പിന്നെ തലയും കുത്തി നിന്നാനാ വേണ. ആട്ടെ, സുഭാഷിനെ വിളിച്ച് തലക്കുറി കൊടുത്തായിരുന്നു. അത് കൊടുത്തു. പിന്നെ തലക്കുറി കൊണ്ടുപോയിട്ട് എന്തായി? നേരെ ആയോ? വവ്വാലിനെ പോലെ തല കിഴക്കനാമ്പാടായോ? 10 ലിറ്റർ. പിന്നെ വീട്ടിൽ കുറച്ച് ചാളം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെട്ടി കഴിയണം. എന്നെ കൊണ്ടെങ്ങും വയ്യ.
അത്താഴത്തിന് വാക്കൃഷിയായിട്ട് ഞാനാണെങ്കിൽ മതി. അതെ, ഞാൻ ചമ്മന്തി അരച്ച് കഴിച്ചോളാം. എടി നിക്കടി, നീ എങ്ങോട്ടാടി ഓടണത്? എനിക്ക് വയ്യാത്തല്ലേ. എന്റെ പൊന്നമ്മ വാ. ഞാൻ
എണീക്ക്, ഇവിടെ പിടിപ്പത് പണിയുണ്ട്. ഈ അമ്മയുടെ ഒരു കാര്യം, നല്ല സ്വപ്നം കണ്ടുവരികയായിരുന്നു. പിന്നെ സ്വപ്നം കാണാൻ പറ്റിയ ഒരു പ്രായം. എണീറ്റ് വല്ല പണിയെടുക്കണേ. അമ്മേ, എന്തടി പെണ്ണ തൊള്ള കീർണത്? ലോട്ടറി അടിച്ചു. തിരുവോണമാവർ 10 കോടി. കേരളം പ്രളയത്തിന്റെ കെടുതിയിൽ നിന്ന് അതിജീവനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട്. അതുപോലെ ജാനകിയുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യത്തിന്റെ മൂടുപടം ഭേദിച്ച് ബമ്പറിലൂടെ അതിജീവനത്തിലേക്ക്.